എന്തെല്ലാം വശമാരെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ്. വീഡിയോ ഇറങ്ങുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. നമുക്കതൊന്ന് അൺബോക്സ് ചെയ്തു. അപ്പോൾ ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന സാധനം ഇവനാണ്. ഇതെന്താണെന്ന് വെച്ചാൽ ഹൗസ് ഓഫ് ക്വിർക്കിന്റെ ഒരു ക്യാമറ സ്റ്റെബിലൈസർ ഓർ എ ഗിംബൽ, മാനുവൽ ഗിംബലാണിത്. ഇത് ഒരാൾ സ്പോൺസർ ചെയ്തത് മറ്റാരല്ല, എൻ്റെ പാപ്പൻ ഫ്രാൻസിസ് ഫെലിക്സ്, എൻ്റെ പാപ്പനാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. പുള്ളിക്കാരൻ്റെ വീഡിയോസ് എല്ലാം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് സ്പോൺസർ ചെയ്തൊരു സാധനമാണ് ഈ ഗിംബല്. സോ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. സോ ഗൈസ്, നമുക്ക് നമ്മുടെ ഗിംബലിനെ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. കിട്ടുന്നു ആമസോണിൻ്റെ കവർ ആദ്യം ഇട്ടുള്ളൂ ഇങ്ങനെ കയറിപ്പോരുന്നേ. ഓക്കെ, അടുത്ത പെട്ടി തുറന്ന് നോക്കാം. സോ ഇതാണ് ഒറ്റ നോട്ടത്തിൽ നമ്മുടെ ഗിംബൽ. അപ്പം നമുക്കിതിൻ്റെ റിവ്യൂസിലോട്ടും കാര്യങ്ങളോട്ടും കിടക്കാം. സത്യം പറഞ്ഞാൽ പാക്കേജൊക്കെ അടിപൊളി പാക്കിങ്ങും സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഇതൊന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇതിന് ഗിംബൽ തന്നെ ആയിരിക്കില്ല പറയാം, ക്യാമറ സ്റ്റെബിലൈസർ എന്നൊക്കെയാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. പിന്നെ അങ്ങനെ പറഞ്ഞേ ഉള്ളൂ. ഇത് മാനുവൽ ഗിംബലാണ്. പക്ഷേ നമ്മൾ വെയിറ്റ് വെച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്യണം. ഇതുകൊണ്ട് ഇങ്ങനെ, കാരണം ഇതെൻ്റെ മോണോപോഡ്, ഇത് ക്യാമറ വെക്കാനുള്ള ഒരു സ്ക്രൂ. ഇതിൻ്റെ ശരിയല്ലോ, ഇതൊന്നും ഇതിനൊന്നും മാനുവൽ ഇല്ലാത്ത എനിക്ക് കിട്ടി. കഴിഞ്ഞ തവണ അൺബോക്സ് ചെയ്തപ്പോഴും ഇതിനൊന്നും മാനുവൽ ഇല്ലാത്ത. സോ അതുകൊണ്ട് ഈ മൂന്നെണ്ണമാണ് വെയിറ്റ്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. പിന്നെ നല്ല ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഉള്ളൊരു മോണോപോഡ് കൊടുത്തിട്ടുണ്ട്. ഇത് ഡയറക്റ്റ് ക്യാമറ കണക്ട് ചെയ്യാൻ തോന്നുന്നുണ്ട്, പക്ഷേ ഇതിനകത്തോട്ട് കണക്ട് ചെയ്യുമ്പം വേറെ ഇങ്ങനെയാണ് കണക്ട് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് ക്യാമറയിലൊക്കെ സെറ്റ് ചെയ്തിട്ട് സാധനം എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. സോ ഗൈസ്, ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഈ സാധനം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പം ഇത് ഞാൻ ഇവിടെയൊക്കെ നോക്കി പഠിച്ചിട്ടുണ്ട്. ആദ്യം എന്തുകൊണ്ട് ഇത് ക്യാമറ വെക്കാനുള്ള സ്ക്രൂ ആണ്. ഇതുകൊണ്ട് ഇത് നമ്മളിവിടെ പതുക്കെ സെൻറ്റർ കൊണ്ട് പുഷ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്താൽ കയറിക്കോളും. ഒരുപാട് ഇത് വെച്ച് നമുക്ക് ക്യാമറയുടെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇങ്ങോട്ടൊക്കെ ആ വെയിറ്റിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ സൈഡിലോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് ക്യാമറയ്ക്ക് ഒരു പൊസിഷൻ കിട്ടും. പിന്നെ ഈ മോണോപോഡ് നമ്മൾ ഇതിൻ്റെ ഇവിടെ ഒരു സാധനമുണ്ട്, ഇവിടെ നമുക്ക് ഫിക്സ് ചെയ്ത് നോക്കാം. One minute 37 seconds later. ഓക്കെ, അപ്പോൾ അത് സെറ്റായി. സെറ്റായി. ഇനി അടുത്ത പരിപാടി എന്താ വെച്ചാൽ ഇതിൻ്റെ മണ്ടയിൽ ഇവിടെയായിട്ട് നമ്മൾ ക്യാമറ വെക്കണം. അത് കുറച്ച് ടാസ്ക് ആണോ എന്ന് എനിക്ക് ഡൗട്ടില്ല. അതില്ല, എന്തായാലും വെച്ച് നോക്കുന്നുണ്ട്. ക്യാമറയുടെ ഈ സ്ക്രൂവിലോട്ട് ഇത് കയറ്റണം. അത് നമുക്ക് വെച്ച് നോക്കാം. A few inches later. സോ അങ്ങനെ കുറച്ച് തിരിക്കലൊക്കെ കഴിഞ്ഞപ്പം ക്യാമറ അവിടെ ഉറച്ചു. ഇനി ഇവിടെ വേറെ സംഭവമുണ്ട്. വെയിറ്റിൻ്റെ ഹൈറ്റ് താത്താനും വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്താലേ നമുക്ക് സ്റ്റെബിലൈസ് ആയി നിൽക്കത്തുള്ളൂ. ഈ ഒരു നോസ് തിരിച്ചു കഴിഞ്ഞാൽ നല്ല ഫ്രീ ആയിട്ട് മൂവ് ചെയ്യും. ഈ 3 വെയിറ്റ് നമുക്ക് വേണം ഊരുകയും ഇടുകയൊക്കെ ചെയ്യാം. ഇപ്പം ഞാൻ അഴിക്കുന്നില്ല, കാരണം എൻ്റെ ക്യാമറയ്ക്ക് കറക്റ്റ് വെയിറ്റ് സെറ്റാണ്. അപ്പം ക്യാമറയടക്കം ഗിംബലിരിക്കുമ്പോൾ അതുകൊണ്ട് കാണാൻ ഇങ്ങനെ ഇരിക്കും, നല്ല രസമുണ്ട് അല്ലേ. അപ്പം നമ്മൾ ക്യാമറ ഫിക്സ് ചെയ്തു, മോണോപോഡ് ഫിക്സ് ചെയ്തു, വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്തു. ഇനി ഇത് സ്റ്റെബിലൈസ് ആവുന്നുണ്ടോ നോക്കണം. ഓക്കെ, ബെറ്റർ ദാൻ ദി ബെസ്റ്റ്. കൊള്ളാം, അത്യാവശ്യം കൊള്ളാം അല്ലേ. അപ്പോൾ ഇതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വ്ളോഗിങ് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. പല വീഡിയോസിൻ്റെ പല പാർട്ടും എന്നുവെച്ചാൽ നമ്മൾ കറക്റ്റ് സ്റ്റേബിളായ റോട്ടിൽ കൂടി, നേരെയുള്ള റോട്ടിൽ കൂടി തന്നെ ആയിരിക്കണം എന്നില്ല എപ്പോഴും നടക്കുന്നത്. അപ്പോൾ ക്യാമറ കയ്യിൽ നിന്ന് ഷെയ്ക്ക് ചെയ്യാം. ചെറിയൊരു ഷെയ്ക്ക് പോലും വല്ലാണ്ട് ആ വീഡിയോനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ എൻ്റെ കഴിഞ്ഞ പല വീഡിയോസിലും ക്ലാരിറ്റി കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ
ലൈറ്റിങ് പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ ഷേക്കിങ് ആകുമ്പോൾ വല്ലാണ്ട് ക്വാളിറ്റി പോയി പോകും. അപ്പോൾ അത് ഉണ്ടാകാണ്ടിരിക്കാൻ ഇത് നമുക്ക് ബെസ്റ്റാണ്. ഈ ഒരു സ്റ്റെബിലൈസർ, ഇത് മാനുവൽ സ്റ്റെബിലൈസറാണ്, നമ്മൾ വെയിറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഇപ്പം ഇതിൻ്റെ കപ്പാസിറ്റി 4 കിലോ ആണ്. ഇത് ഹൗസ് ഓഫ് ക്വിർക്ക് എന്ന് പറഞ്ഞൊരു കമ്പനി ബ്രാൻഡാണ്, അധികം ഫേമസ് അല്ല. പക്ഷെ അവർ മോണോപോഡും ട്രൈപോഡും ഇതുപോലെ ഗിംബലും മൈക്കും കാര്യങ്ങളൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ആമസോണിൻ്റെ പ്രൈസ് എന്ന് വെച്ചാൽ 1400 ആണ്. അത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. അപ്പം ഈ ബജറ്റിൽ കിട്ടാവുന്ന അത്യാവശ്യം നല്ലൊരു സാധനം തന്നെയാണ് ഇത്. നല്ലപോലെ സ്റ്റെബിലൈസ് ചെയ്യുന്നുണ്ട്. കൊള്ളാം, വ്ളോഗേഴ്സിന് പറ്റിയൊരു സാധനം എന്ന് വേണമെങ്കിൽ പറയാം. സോ ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ഞെക്കി പിടിച്ചിരിക്കുക. ഇനി ഇതേപോലത്തെ പുതിയ വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയായിരിക്കും സൈനിങ് ഓഫ് ഫ്രം ദി ആക്സിസ് ഗായ്.